കൃത്യമായ തെളിവ്. എന്തുകൊണ്ടാണ് അമ്പലത്തിലെ പൈസ വാങ്ങണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം അവർ വായിച്ചു. അതിന്റെ പേരിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. ആ രേഖപ്പെടുത്തിയതിന്റെ പിറ്റേ ദിവസം പണം കൊടുക്കാൻ തയ്യാറായ ആ അമ്പലത്തിന് തന്നെ അവരത് ആ കത്ത് അയച്ചു കൊടുക്കുകയും ഒരു മുസ്ലിമായ അൻസിബ ഇത് എതിർത്തു എന്ന് പറഞ്ഞ് വിദ്വേഷ പ്രചരണം നടത്തിയെന്നും എല്ലാം പറഞ്ഞ് തെളിവ് 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 സഹിതമാണ് കുട്ടി പറഞ്ഞത്. എന്റെ വീഡിയോ ഒരു ആഴ്ച മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ആ അമ്പലം സഹിതം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്പലത്തിൽ നിന്ന് ആൾക്കാരെല്ലാം കൂടെ ബാംഗ്ലൂരിലൊക്കെ ടൂറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അൻസിബയാണെന്ന് ആ യാത്ര അയപ്പൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നോക്ക്, ഇനി വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ അമ്പലത്തിന്റെ, കാരണം ആ അമ്പലം ഒരു കൊച്ചമ്പലമാണെങ്കിൽ എല്ലാ നടനും നടിമാരും വരുന്ന ഒരു അമ്പലമാണ്. എല്ലാവരും അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഉള്ളൊരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ആ വ്യക്തിയുടെ പേര് ഇവിടെ പറയുന്നില്ല. അദ്ദേഹത്തിന് എങ്ങനെ പോയാലും നല്ല പൈസയും കാര്യങ്ങളുണ്ട്, കോടീശ്വരനാണെന്ന് പറയുകയും ചെയ്യാം. ഒരു ഏകദേശം 75 ലക്ഷം രൂപ കൊടുത്തെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞത് 1 കൊടുത്തെന്ന് അറിഞ്ഞത്. അത് കുറച്ച് കമ്മീഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. 25 ഈ പറയുന്ന സംഘടനയെ കൊടുത്ത് ബാക്കി ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ കമ്മീഷൻ പോയെന്നും പറയുന്നൊക്കെ ഉണ്ട്. അത് വേറെ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ, കണക്കോ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നുമല്ല അവർ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും അൻസിബ അത് പക്കയായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ വർഗീയത പറയുന്നത് അതാരാ മെയിനായിട്ട് കേരളത്തിൽ പറയുന്ന ഒരു വ്യക്തി? ശശികല ടീച്ചറാണ്. ഉള്ള കാര്യം പറയാമല്ലോ. ഓക്കെ, അതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ചാനലൊന്ന് സബ് ചെയ്തേക്കുക. ഈ ഒരു വിഷയം ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. കാരണം ശശികലയുടെ കാര്യം പറയാനുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ അടിക്കുക. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശശികല ഇവിടുത്തെ എന്ത് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, മുസ്ലിമിനെ സംബന്ധമായിട്ടൊരു വിഷയം ഉണ്ടെങ്കിൽ അവിടെ കയറി അമ്മച്ചി കയറി അങ്ങ് ഗോളടിക്കാൻ നോക്കും. അതുപോലെ മുസ്ലിംസിനെ കുറ്റം പറയുന്ന ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആലോചിച്ച ആ പാവങ്ങളൊക്കെ എന്ത് പഴിച്ചെന്ന് ആലോചിക്കുകയാണ്. ഒരു ഹിന്ദുവായി എനിക്ക് പോലും നാണൊക്കെയാണ് ഈ പറയുന്ന ശശികലയുടെ സംസാരങ്ങളും രീതികളും ഒക്കെ കാണുമ്പോൾ പോലും. ആ ശശികലെ പോലെ തന്നെ ആയി വരികയാണ് ഈ പറയുന്ന ലക്ഷ്മി പ്രേം. ഉള്ള കാര്യം പറയാമല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറയാം. ശശികല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്നതാണില്ലേ, അർജുൻ്റെ മരണം എല്ലാവർക്കും അറിയാലോ. കേരളം മൊത്തം കൂട്ടക്കരച്ചിലായിരുന്നൊരു സംഭവമാണ്. കർണാടകയിൽ പോയ സമയത്ത് ഈ പറയുന്ന കൂട്ട് മണ്ണിടിഞ്ഞ് വീണ് 70-ാമത്തെ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ആ ലോറി ഉടമ മനാഫിനെയും അർജുൻ്റെ വൈഫിനെ വരെ കമ്പയർ ചെയ്ത് വെച്ച് സംസാരിച്ചു. കാരണം അദ്ദേഹം പറഞ്ഞു മോൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പം അത് വേറെ അർത്ഥത്തിൽ വെച്ച് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശശികല എന്ന് പറയുന്നത്. അവർക്കൊക്കെ കൊടി പിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹം കിണത്തിപ്പെടും ഈ പറയുന്ന ചേച്ചിയും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, നേരത്തെ അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അൻസിബ അമ്പലത്തിൽ നിന്നൊക്കെ. അത് മറ്റാരും അല്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ നിൽക്കുന്ന ഒരു സ്ത്രീ പറയാലോ. ബീവിക്കകത്ത് ഇവരുടെ ക്യാരക്ടർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. പിന്നെ ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഫാൻസുകാരെല്ലാവരും കൂടെ അങ്ങ് ഏറ്റുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പുള്ളിക്കാരി എല്ലാം തികച്ചെന്നുള്ളൊരു ഭാവമാണ്. ഞാനാണ് പെർഫെക്റ്റ് എന്നുള്ള രീതിയിലാണ് കാറി തുപ്പുന്ന അങ്ങനത്തെ ഉള്ളൊക്കെ ഒരു ക്യാരക്ടറായിരുന്നു അവരുടെ. അതിനെതിരെ ആക്ഷേപം ഉണ്ടായത് അതിനെ ഒരു അഭിനേത്രിന്നോ നടിയെന്നോ മെമ്പറെന്നോ അല്ല, അതിനെ ഒരു മുസ്ലിമായി കണ്ടു, അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ആക്ഷേപ രൂപേണ കണ്ടു എന്നും അതിനെ ടിനി ടോമിനെതിരായ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് അന്തർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണോ? ടിനി ടോം മാത്രമല്ല, അത് ഒരു ഗ്രൂപ്പിന്റെ ആലോചന എന്നുള്ള പോലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. സിനിമകളിൽ എന്തോ ഒരു വിഴുപ്പലക്കലും എന്താ പ്രശ്നമാണ്. ആദ്യമേ തന്നെ ഈനക്കുറിപ്പിന്റെ ഈ വിഷയം വന്നപ്പോൾ ലക്ഷ്മിപ്രതിക്കെതിരെ ഒരു നടപടി വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇതിലെ പോകില്ലായിരുന്നു. അമ്മ സംഘടനയ്ക്കെതിരെ ഈ ഭരണസമിതി കൂടാതെ നടത്തിയാണെന്ന് തിരിച്ചു പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് അവമതിപ്പാണ് ഉണ്ടാക്കിയത്. ആൾക്കാർ ആരാ നിങ്ങളൊക്കെ കൂടെ അല്ലേ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്തത്. ഈ പറയുന്ന ശ്വേത ഇവരെല്ലാവരും ഈ പറയുന്ന ലക്ഷ്മി പ്രിയയൊക്കെ ഭയങ്കര ഒരു ടീമാണ്. എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ദേണ്ട ഒരു ചേച്ചി വേണ്ടേ. എന്റെ പൊന്നനിയത്തി ഞാൻ അവളോട് എന്നെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് എന്നോട് യാതൊരു ദേഷ്യമില്ല. കാരണം നമ്മള് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി പോവാ. ഇന്ന് നാളെ എന്ന് പറഞ്ഞ നിൽക്കുന്ന ജീവിതമാണ് നമ്മുടെയൊക്കെ. ഇതൊന്നും അല്ലായിരുന്നല്ലോ ചേച്ചി വന്നിട്ട് അന്ന് സംസാരിച്ചത്. അന്ന് ഈ ടിനി ടോം എൻ്റെ കൂടെ സഹപ്രവർത്തനാണ്. ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചൊരു ലോങ് വീഡിയോ ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ കുറച്ച് രീതിയിൽ സംസാരിക്കുന്നത്. ഇവരുടെയൊക്കെ നിലപാട് കണ്ടില്ലേ, മാറി സംസാരിക്കുന്ന ഓരോ വ്യക്തികൾ. ഇപ്പൊ ന്യായം അവിടെ കൂടെ എന്ന് നാട്ടുകാർക്ക് മനസ്സിലായപ്പോൾ ഇങ്ങോട്ട് തിരിയുന്നു. അപ്പൊ ഇതുപോലുള്ളവന്മാരൊക്കെ എങ്ങനെ വിശ്വസിക്കും? ചേച്ചി പറ. നാളെ ഞാൻ ഇതാവുന്നൊന്നുമില്ല. അപ്പൊ ഞാൻ പാവം പ്രേമി ചേച്ചി നിങ്ങൾ പറയും. അങ്ങനെ പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ അതുപോലെ ആവാൻ ശ്രമിക്കും എല്ലാവരും. അതെ, അതുപോലെ ആവാൻ ശ്രമിക്കണം. എന്താണ് ഇതുപോലത്തെ കാലിവാരികളെ ഒന്നും ജീവിതത്തിൽ അടുപ്പിക്കരുത്. പിന്നെ ഈ പറയുന്ന അൻസിബ മത്സരിക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. പല ആൾക്കാർ ദിലീപിന്റെ പേര് പറയുന്നുണ്ട്, ദിലീപ് ഈ ഒരു സ്ഥാനത്ത് വരണമെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ ഏറ്റവും യോഗ്യത മറ്റാരുമല്ല, അൻസിബ തന്നെയാണ്. ഉള്ള കാര്യം തുറന്നു പറയാലോ. ഇപ്പൊ മല്ലിക രാജിവെച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ രാജിവെച്ചോണ്ട് ഇങ്ങനെ പോകുന്നത്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ ഇരിക്കേണ്ട ഒരാൾ അൻസിബ തന്നെയാണ്. കാരണം ഒറ്റയ്ക്ക് ഇത്രയും സംസാരിച്ചു ഒരു 20 മിനിറ്റേ കൊടുത്തുള്ളൂ. ആ 20 മിനിറ്റ് തെളിവ് സഹിതം വെച്ച് തന്റെ നിരപരാധിത്വം തെളിയിച്ചൊരു വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ആ സംഘടനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവരെ പോലുള്ള ആൾക്കാരെയാണ് ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ ഇല്ല ശശികലയെ പോലെ ഇരുന്ന് വർഗീയത പറയുന്ന ലക്ഷ്മിപ്രിയയും ഇവരെയൊക്കെ അല്ല കൊണ്ടുവരികയൊക്കെ ചെയ്യേണ്ടത്.
അൻസിബയുടെ മുന്നിൽ അമ്മയുടെ ഭരണസമിതി മുട്ടുമടക്കിയെന്ന് നടി മാലാ പാർവതി. അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി അൻസിബ വരട്ടെ എന്നും മാലാ പാർവതി. ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരും സംഘടനയുടെ ഭാരവാഹികളായി വരട്ടെ എന്ന് മാലാ പാർവതി പറഞ്ഞു. അൻസിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിലാണ് അവരെ മുട്ടുമടക്കിയത്. അത് അൻസിബ അവിടെ ഇരുന്ന് അൻസിബയുടെ ഒരു ചെറിയ വിഷയം ലീഡ് ചെയ്യാൻ വയ്യാതെ അൻസിബയെ അവിടെ ഒറ്റപ്പെടുത്തിയിട്ട് അൻസിബ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അൻസിബയ്ക്ക് അത്ര വലിയ സപ്പോർട്ടും ക്ലൗട്ടും റബ്ബർ സ്റ്റാമ്പും ആയിരുന്നെങ്കിൽ അൻസിബ ആ ഭരണസമിതി അവിടെ ഈ മീഡിയയുടെ മുമ്പിൽ അവർക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. 10 പ്രാവശ്യം ബാക്കി എല്ലാ പേരുകൾക്കും മുകളിൽ ഞാൻ അൻസിബയുടെ പേര് പറയും. അൻസിബ ജനറൽ സെക്രട്ടറി മത്സരിക്കട്ടെ എന്നാണ് അവിടെ പൊതുജനമൊക്കെ പറയുന്നത്. ജനറൽ സെക്രട്ടറിയെക്കാളും നല്ല പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നതല്ലേ? അതല്ലേ മോനു നല്ലത്? ഉള്ള ഒരാൾ വന്നാൽ ഈ പറയുന്ന ഖ്യാനാകട്ടെ, അജു വർഗീസ് ആകട്ടെ, അല്ലെങ്കിൽ ചാക്കോച്ചനാകട്ടെ, ആസിഫ് അലി ആകട്ടെ, എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുമായിരിക്കും. അങ്ങനെ ഒരു പുതിയ വെളിച്ചം ആ സംഘടനയിലേക്ക് വരും. ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശം. ഓക്കെ, മാലാ പാർവതിയുടെ മറ്റു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് തരാം. നിങ്ങൾ കുറെയൊക്കെ കേട്ട് മനസ്സിലാക്കണം ഗൈസ്. അപ്പൊ ഇതിലുള്ള അവർക്ക് അത് സാധിച്ചില്ല, അവരത് ചെയ്തില്ല. ലാസ്റ്റ് മിനിറ്റ് ആണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ അത് റിപ്പോർട്ട് അംഗീകരിക്കാതിരിക്കുകയോ അല്ലാതെ കണക്ക് അംഗീകരിക്കാതിരിക്കുകയോ, ജനറൽ ബോഡി കൈയടിച്ച് അംഗീകരിക്കുക. ഒരാൾ സപ്പോർട്ട് ചെയ്യണം, ഒരാൾ പ്രപ്പോസ് ചെയ്യണം, ഒരാൾ സപ്പോർട്ട് ചെയ്യണം, ബാക്കിയുള്ളവർ അംഗീകരിക്കണം. ഈ പ്രൊസീജിയർ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങിപ്പോണം, അഡ്ഹോക് കമ്മിറ്റിയിലോട്ട് പോകണം. അത് ശ്വേതയെന്നല്ല, ആര് വന്നാലും അതാണ് എൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അത് പിന്നെ ജനറൽ ബോഡി അംഗീകരിക്കണോ വേണ്ടോ എന്ന് ഉച്ചവരെയും തർക്കങ്ങൾ പോയി. അതിനകത്ത് ബാബുരാജിന്റെ കണക്കിന്റെ പ്രശ്നമാണ് എന്ന് ശ്വേത പറഞ്ഞു, ട്രഷറർ ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു, ഓഡിറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓഡിറ്റർ പറഞ്ഞു ഇത് ഓഡിറ്റഡ് അല്ല, ഇത് ക്വാളിഫൈഡ് ഓഡിറ്റാണ്, അതായത് കുറയോടുകൂടിയുള്ള ഓഡിറ്റഡ് കൊടുത്തത്. ട്രഷറർ പറഞ്ഞു ഞാനിത് അംഗീകരിക്കത്തില്ല, ഈ കണക്ക് എന്നെ നിർബന്ധമായിട്ട് ലീവിൽ പോകാൻ പറഞ്ഞാണ്, എന്നെ കണക്ക് നോക്കാൻ സമ്മതിച്ചിട്ടില്ല, ഒരു പക്ഷം ഏറ്റെടുത്തിട്ട് പൈസ ചെലവാക്കുകയായിരുന്നു, അത് എതിർത്തതിന്റെ പേരിലാണ് എന്നെ പോകാൻ പറഞ്ഞതെന്നുള്ള അദ്ദേഹത്തിന്റെ വാദം പറഞ്ഞു. പിന്നെ മൂന്നാമത് പറഞ്ഞത് ബാബുരാജിന്റെ കണക്ക്. അദ്ദേഹം അഡ്ഹോക് കമ്മിറ്റിയിലായിരുന്നു, അദ്ദേഹത്തിന് കണക്ക് കാണിക്കേണ്ട കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി കണക്ക് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. അപ്പൊ മുമ്പ് കണക്ക് നോക്കിയിരുന്ന പയ്യന് ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിലാണ് അയാൾ കണക്ക് കൊടുക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എല്ലാവരും തമ്മിൽ ഈ വാദങ്ങളെ ആൾക്കാർ ചെറുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്വേതയ്ക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ഇതൊന്നുമല്ല പ്രധാന കാര്യമായിട്ട് മാറിയത് അൻസിബയുടെ പ്രസംഗമാണ്. അൻസിബ കയറി കൃത്യമായി കാര്യകാരണങ്ങളോടെ സ്പഷ്ടമായി കൃത്യമായി നീതിപൂർവമായ ഒരു പ്രസംഗം അങ്ങ് നടത്തി. അതൊരു സിനിമാറ്റിക് മൊമെന്റ് ആയിരുന്നു. നമുക്കൊരു സിംഗപ്പെട്ടെന്നൊക്കെ തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഒരു വാക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ നിശബ്ദമായി ആൾക്കാർ അത് കേൾക്കുകയും അൻസിബ സമൂഹ മധ്യത്തിലും മാധ്യമങ്ങളുടെ മുന്നിലും പറഞ്ഞ ആരോപണങ്ങളെ എല്ലാം സാധൂകരിക്കുന്ന തരത്തിലുള്ള എവിഡൻസോട് കൂടി വന്നിരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് അൻസിബയോടൊപ്പമായി. അൻസിബയുടെ നിലപാടിനൊപ്പം ഇവർ തുടരണ്ട എന്ന അമ്മ അംഗങ്ങൾ, ആദ്യം കുറച്ച് സംശയമുള്ളവർ പോലും അൻസിബയോടൊപ്പം നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. അതായത് ഈ അൻസിബയുടെ വിഷയത്തിലാണ് ഈ ശ്വേത അങ്ങനെ രാജിവെച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 20 മിനിറ്റ് കൊടുത്തുകൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ ആ പെണ്ണ് എന്ത് ചെയ്തേനെ? ആ പെണ്ണിനെ സ്വന്തം അച്ഛനെ വെച്ച് വരെ കമ്പയർ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് രണ്ടാം അച്ഛനുമായിട്ടുള്ള അവിഹിതത്തിന്റെ കഥകൾ ഉണ്ടാക്കി ഇത് ചെയ്തു. പിന്നെ അത് മാത്രമല്ല ജാതി മതത്തിന്റെ പേരും പറഞ്ഞിട്ടുള്ള രീതിയല്ല, ടിനി ടോം ഉൾപ്പെടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവനൊക്കെ നാട് നന്നാക്കാനൊക്കെയാണോ? നാട് നന്നാക്കാനും അമ്മയെ വളർത്താനൊക്കെ ഇവനെ പോലുള്ളവന്മാരൊക്കെ കഴുകന്മാരുടെ അടുത്തൊക്കെ ഏൽപ്പിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളാണ്, ഒരുപാട് സപ്പോർട്ട് ചെയ്ത്. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ജസ്റ്റിസ് ഫോർ അൻസിബ. അതൊരു വലിയൊരു സംഭവം തന്നെ. നിങ്ങൾ ആ ഒരു കമന്റ് ഇട്ട് തുടങ്ങിയല്ലോ. നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സ്, ഞാനും അതിലും യൂഷ്വൽ സൈക്കോ, ഞങ്ങൾ 3 പേരും അത് പറയുമായിരുന്നു. ഇത് ജസ്റ്റിസ് ഫോർ അൻസിബ 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 എന്ന് പറഞ്ഞ് ഞങ്ങളിരുന്ന് കമന്റ് ഇടുമായിരുന്നു. എല്ലാവരും ചെയ്യാൻ പറയാം. അതിൻ്റെ ഒരു റിസൾട്ട് അത് ലക്ഷ്മിപ്രിയയുടെ വായിന്ന് തന്നെ നിങ്ങളത് കേട്ടേണ്ടി വന്നല്ലോ. ആ ഒരു കാര്യം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ പവർ നമ്മൾ കാണിച്ചു കൊടുത്തു. സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ പറയണ്ട പവർ ഈ ഒരു കാര്യത്തിൽ ശരിക്കും ഉണ്ടായി. അത് ഈ പറയുന്ന അൻസിബയുടെ കൂടായിരുന്നു. അതിന് കൂടുതലും സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ ജനങ്ങളും കൂടാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടാണ്. അതിന് ഒരുപാട് നന്ദി നിങ്ങളോട് എടുത്ത് പറയാൻ കൂടെ വേണം. അൻസിബയുടെ മുമ്പിലാണ് മുട്ടുപടക്കിയത്. അൻസിബയുടെ സാഹചര്യം അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ അൻസിബ ജയിച്ചല്ലോ. ഇതൊരു വലിയ അൻസിബയെ പുറത്താക്കാനാണ് വേണ്ടി ശ്വേത കൂടുതൽ സമയം ആവശ്യപ്പെട്ടതല്ലോ. ആ ഒരു കണക്ക് വയ്ക്കാനുള്ള സമയം ആവശ്യപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു അമ്മിലെ ഈ സംഘടന മറ്റുള്ള അംഗങ്ങളുടെ ഒരു രീതി? അതായത് ശ്രീ ഗണേഷ് കുമാർ വന്നു, ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ശ്രീ മോഹൻലാൽ വന്ന് അത് തീരുമാനം അറിയിക്കണം, അവർക്ക് കൊടുക്കേണ്ടതാണ്, കാരണം സ്ത്രീകളാണ്, അവർക്ക് ഭരണം പരിചയമില്ലാത്തതുകൊണ്ടാണ്, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആൾക്കാർ അതിനോട് ഞാൻ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് കോൺടെംപ്ലേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അൻസിബ സംസാരിച്ചത്. അതെ അതെ, അൻസിബയുടെ മുമ്പിലാണ് അവര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്ര നാളും കണക്കും കൊടുക്കാതെ 20 ദിവസം 30 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ നടന്ന മീറ്റിങ്ങിൽ പോലും അവർ 35 ദിവസം ചോദിക്കുകയും ചെയ്തു.
ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാമെന്ന്. ഞാൻ അറിഞ്ഞിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ ഈ ശ്വേതമേനോൻ കണ്ണാടിയൊക്കെ വെച്ച് ഷോ ഓഫിന് വേണ്ടി മാത്രം അവിടെ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. ആ ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എന്താണെന്ന് വെച്ചാൽ ഞാൻ 10 നിങ്ങൾ 2 3 ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് എന്നുള്ള രീതിയിൽ ആ പോയിക്കൊണ്ടിരുന്നത്. അതെല്ലാം അവിടെ ഇന്നലെ ഒരു 20 മിനിറ്റ് അൻസിബ വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ആഹാ ഹുദാഹദാഹദാഹദ. മറ്റൊരു രീതിക്കൊക്കെ വർഗീയമായ രീതിയിൽ പരാമർശം ഉണ്ടായി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ അത്തരത്തിലും വലിയ അതിന് കൃത്യമായ തെളിവുകളും സഹിതമാണോ അവർ എല്ലാം വളരെ കൃത്യമായ തെളിവ്. എന്തുകൊണ്ടാണ് അമ്പലത്തിലെ പൈസ വാങ്ങണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം അവർ വായിച്ചു. അതിന്റെ പേരിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. ആ രേഖപ്പെടുത്തിയതിന്റെ പിറ്റേ ദിവസം പണം കൊടുക്കാൻ തയ്യാറായ ആ അമ്പലത്തിന് തന്നെ അവരത് ആ കത്ത് അയച്ചു കൊടുക്കുകയും ഒരു മുസ്ലിം ഓക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തായാലും ഒരുപാട് നന്ദി പറയേണ്ടത് നിങ്ങളൊക്കെയുള്ള ആൾക്കാരോടാണ്. എന്തായാലും അൻസിബയ്ക്ക് നീതി കിട്ടിയിട്ടുണ്ട്. ഇനി കോടതിയിൽ എത്ര 10 കോടി നമ്മുടെ ലക്ഷ്മിപ്രിയ പറഞ്ഞു കഴിഞ്ഞാൽ 10 കോടി മാനനഷ്ടം. ആദ്യം 1 കോടി രൂപ നീ പോയിട്ട് കെട്ടാൻ നോക്ക്. അതുപോട്ടെ 22 ലക്ഷം രൂപ ഇപ്പോഴും കൊടുക്കാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും അതിന് കോടതി കിടന്ന് കൂടുന്ന ടീമൊക്കെയാണ് 1 കോടി രൂപ കൊണ്ട് വെക്കാൻ പോകുന്നത്. അല്ലെങ്കിലും ആ 1 കോടി ഉണ്ടാക്കിയാലും എനിക്ക് തോന്നുന്നു ഇത്ര നാളും അമ്മയെ നിന്ന് വല്ലതും ഉണ്ടാക്കിയായിരിക്കും. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.